അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹാങ്ങിങ് ഗാർഡനിലാണ് കേട്ടോ ഗായ്സ്. ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ഇങ്ങനെ പോകുന്ന വഴി നല്ല ഹിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങ് നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കേട്ടോ ഗൈസ് കയറി പോയത് നടന്ന്. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയി കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടോ മുകളിലോട്ടൊക്കെ നിൽക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. ഗൈസ് ഈ ഹാങ് ഗാർഡൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഷാർജ കൽബയിലാണ് കേട്ടോ ഗൈസ്. ഈ ഹാങ് ഗാർഡൻ ഇപ്പോൾ ചെറിയൊരു ഏരിയയിലാണ് കേട്ടോ ഗൈസ് ഈ ഹാങ് ഗാർഡൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗൈസ് നമ്മളൊരു 2 hours ട്രാവൽ ചെയ്താണ് കേട്ടോ ഗൈസ് ഹാങ്ങിങ് ഗാർഡനിൽ എത്തിയത്. അത്രയും hours ട്രാവൽ ചെയ്ത് വന്ന് കാണാനുള്ള ഒന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ 2 hours ട്രാവൽ ചെയ്ത് വന്ന് കാണാനുള്ളതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞത് ഒരു ചെറിയ ഏരിയയിലാണ് കേട്ടോ ഗൈസ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ചെറിയ ഏരിയയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കയറാൻ ഒരാൾക്ക് 5 ദിർഹമാണ് കേട്ടോ ഗൈസ്. ഇത് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടോ അറബിക്കിൽ ഇംഗ്ലീഷിൽ ഹാങ്ങിങ് ഗാർഡൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിനകത്ത് നടക്കാനായിട്ട് ഇങ്ങനെ ട്രാക്ക് ഉണ്ട് കേട്ടോ. അവിടെ എൻട്രൻസിൻ്റെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അകത്ത് കയറി കേട്ടോ ഗൈസ്. അകത്ത് കയറിയപ്പോൾ ആദ്യം തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കളിക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ അതിനകത്ത് ഫുള്ള് നല്ല ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കാണ് കേട്ടോ ഗൈസ്. അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഞ്ച് ഇട്ടുണ്ട്. വേണമെങ്കിൽ ഗ്രാസിലിരുന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഹാങ്ങിങ് ഗാർഡൻ്റെ താഴെയായിട്ട് ഒരു ലേക്ക് ഉണ്ട് കേട്ടോ ഗൈസ്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ പോയ അന്ന് അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു, അതുകൊണ്ട് നമ്മൾ പോയില്ല. നിങ്ങൾക്ക് ഹാങ്ങിങ് ഗാർഡനിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ പോയ ടൈമിൽ അവിടെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ പോയപ്പോൾ 5 o'clock ആയിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഹിൽസും വാദിയൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളിവിടെ പോകുമ്പോൾ സമ്മറിൽ പോവരുത് കേട്ടോ, അവിടെ ഭയങ്കര ചൂടായിരിക്കും. വിൻ്ററിലാകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വാദിയും ഹിൽസൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് കേട്ടോ ഗൈസ്. നമ്മളവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ പോയ ടൈമിൽ ഈവനിങ്ങിലാണെങ്കിൽ തന്നെ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. അതിൽ സ്ലൈഡ്, സ്വിങ്, സീസോ ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഗൈസ്. പ്ലേ ഗ്രൗണ്ട് അടുത്തായിട്ടൊരു വാഷ്റൂം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഈദിൻ്റെ ലീവിനാണ് പോയത്. ആ ടൈമിൽ നമ്മൾ പോയപ്പോൾ അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വാഷ്റൂം ഒന്നും അത്ര നീറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ഈ സ്ഥലം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് പോയതാണ് കേട്ടോ ഗൈസ്. പോയ വഴി കാണാൻ നല്ല രസമുണ്ടായിരുന്നു, കുറേ ഹിൽസൊക്കെ ഉള്ളതുകൊണ്ട്. അതിനകത്ത് കയറിയപ്പോൾ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ ഗൈസ്. അത് ഇപ്പോൾ തുടങ്ങിയ ഗാർഡനാണ്. ഇവിടെ കഴിയുമ്പോൾ കുറേ ഫ്ലവേഴ്സൊക്കെ വരുമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എന്തായാലും ഞാൻ എൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകളൊന്നും ഇതിനകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഹാങ് ഗാർഡൻ്റെ താഴെ ഒരു ലേക്ക് ഉണ്ടെന്ന്. നിങ്ങൾ ഹാങ് ഗാർഡനിൽ വരുന്നതിനോടൊപ്പം ബോട്ടിങ്ങും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.